ഇന്നത്തെ നോമ്പ് തുറയ്ക്കുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ ഒരു ഹൈദരാബാദി മട്ടൻ ഹലീം. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു അര കപ്പ് ഗോതമ്പ് നുറുക്ക്, 3 സ്പൂൺ ബാർലി, പിന്നെ ചെറുപയർ പരിപ്പ്, കടലപ്പരിപ്പ്, തുവരപ്പരിപ്പ്, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടി ഓരോ സ്പൂൺ എടുക്കുന്നുണ്ട്. ഒരു 7-8 ബദാമും 7-8 അണ്ടിപ്പരിപ്പും അത് കണക്കിന് ഒന്നെടുത്ത് ഇതിനെ 1 മണിക്കൂർ കുതിർത്ത് വെക്കണം. 2 സ്പൂൺ ബാസ്മതി റൈസ് കൂടി ആഡ് ചെയ്യണം. ഞാനത് മറന്നുപോയി നേരത്തെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മട്ടനിലേക്ക് 1 സവാള, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഹോൾ സ്പൈസസ്, 2 പച്ചമുളക്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. തൈരായാലും യോഗട്ട് ആയാലും പ്രശ്നമില്ല. അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് ഇതിനെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഫുഡാണ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു പരിപ്പ് ഐറ്റംസ് എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് അതും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വെന്തതിന് ശേഷം മട്ടനിൽ നിന്ന് പീസ് മാത്രമായിട്ട് എടുത്ത് എല്ല് മാറ്റി ഒന്ന് പിച്ചി ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക. നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന ആ പയർ ഐറ്റംസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനെയും നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. നേരത്തെ നുറുക്കി മാറ്റി വെച്ചിരുന്ന ആ ഒരു മട്ടൻ്റെ പീസിലോട്ട് അത് വേവിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഗ്രേവിയും കൂടി ആഡ് ചെയ്ത് നമ്മൾ ഈ പരിപ്പ് ഐറ്റംസ് വേവിച്ചത് മിക്സിയിൽ അരച്ചെടുത്തില്ലേ, അതിനെയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് അതിനെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മിക്സിങ്ങിലാണ് മെയിനായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അതിലേക്ക് കുറച്ച് പൊരിച്ചെടുത്ത സവാളയും നെയ്യും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ഹൈദരാബാദി മട്ടൻ ഹലീം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.